ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലൗസ് ഞാൻ പെയർ ചെയ്തത് ഒരു പ്ലീറ്റഡ് ഷിഫോൺ മെറ്റീരിയലിൽ പ്ലീറ്റഡ് ആയിട്ട് ചെയ്തൊരു സ്കേർട്ടിൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ ഇന്ന് അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് മെത്തേഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നോർമലി പറഞ്ഞ പോലെ തന്നെ ഒരു മെറ്റീരിയൽ ഞാനൊരു 5 മീറ്ററാണ് ഞാൻ യൂസ് ചെയ്തത്. ഷിഫോണിലാണ് സിൽവറും ഗോൾഡൻ ത്രെഡ് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ലൈനിങ് ക്രേപ്പാണ് യൂസ് ചെയ്തത്. ഈ ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. കാരണം സ്ട്രെയിറ്റ് കട്ടിങ് ആണ് വരുന്നത്. നമ്മുടെ ബാൻഡിൻ്റെ ആ ലെങ്ത്ത് കുറച്ചിട്ട് ബാലൻസ് എത്രയാണോ നിങ്ങളുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് ബാൻഡ് ലെങ്ത്ത് കുറച്ചിട്ട് ബാലൻസ് ഉള്ള ഒരു ലെങ്ത്തിൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ എൻ്റെ 40 ഫുൾ ലെങ്ത്ത് വരുന്നത്. 1.5 ഇഞ്ച് ബാൻഡിൻ്റെ വിഡ്ത്ത് കുറച്ചിട്ട് ഞാൻ 39 ഇഞ്ചിൽ ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ പ്ലീറ്റ് നന്നായി നമ്മൾ ഒരു 5 മീറ്റർ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് നന്നായി 1 ഇഞ്ചാണ് ഞാൻ പ്ലീറ്റിൻ്റെ ഒരു വിട്ട് കൊടുത്തത്. അപ്പോൾ ഉള്ളിലോട്ട് നന്നായിട്ട് മെറ്റീരിയൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമ്മളുടെ പ്ലീറ്റ് എല്ലാം നല്ല കൃത്യത്തിൽ തന്നെ കിടക്കുള്ളൂ. അപ്പോൾ മാക്സിമം നന്നായി പ്ലീറ്റ് ഉള്ളിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ബാൻഡ് അറ്റാച്ച് ചെയ്യാനുള്ളൊരു പീസ് ഉണ്ടല്ലോ, അതൊരു 5 ഇഞ്ചിൽ നമ്മുടെ ക്രേപ്പ് ലൈനിങ് ഇതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ പ്ലേറ്റ് പിടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ ബോൾ പിൻ ഉണ്ടല്ലോ, ആ ഒരു ബോൾ പിന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്യണ ആ ടേബിളിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മളുടെ മെറ്റീരിയലിൻ്റെ അടിപ്പോർഷൻ ഇതുപോലെ മുകളിൽ എത്രയാണോ നമ്മൾ പ്ലേറ്റ് ഉള്ളിലോട്ട് വെട്ടണത് അതുപോലെ തന്നെ താഴത്തോട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യത്തിൽ തന്നെ നമുക്ക് പ്ലേറ്റ് പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ പ്ലേറ്റ് എല്ലാം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കുറച്ചധികം മെറ്റീരിയൽ കൂടുതൽ നമ്മൾ വിട്ടു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോൾ പിന്ന് യൂസ് ചെയ്യാം കേട്ടോ, പ്ലേറ്റ് മാറിപ്പോവാതിരിക്കാൻ. ശേഷം നന്നായിട്ട് നമ്മളുടെ ഒരു അയൺ ബോക്സിൻ്റെ ചൂടനുസരിച്ച് കത്തിപ്പോവാത്ത രീതിയിൽ നന്നായി അയൺ ചെയ്തെടുക്കാം. പിന്നെ ബാൻഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തത്. അതിന് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഞാൻ അതിൻ്റെ വേറൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. അതിനുശേഷം ഞാൻ പ്ലീറ്റഡ് സ്കേർട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അംബർലയിലായിരിക്കണം നിങ്ങളുടെ ലൈനിങ് കട്ട് ചെയ്യേണ്ടത്. കാരണം പ്ലീറ്റഡ് ഓൾറെഡി നമ്മളുടെ പ്ലീറ്റഡ് ആണ് നമ്മുടെ മെയിൻ മെറ്റീരിയൽ. അപ്പോൾ അംബർല എല്ലാം പ്ലീറ്റഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈനിങ്ങും കൂടി നിങ്ങൾ കൊടുക്കണമെങ്കിൽ അവിടെ ഒരു ബൾജിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അംബർലയിലാണ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒത്തിരി തവണ കാണിച്ചിട്ടുണ്ട് അംബർല കട്ട് ചെയ്യണത് എങ്ങനെയാണ്. അതിനുശേഷം ഞാൻ നമ്മളുടെ കൺസീൽഡ് സിബ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇതും ഇതുപോലെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിബ് അറ്റാച്ച് ചെയ്യാൻ ഡൗട്ടുള്ളവർ അത് നോക്കിയാൽ മതി. ശേഷം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തതിൻ്റെ കുറച്ച് പോർഷൻ ചേർത്തടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും അടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മളുടെ ബാൻഡ് ഉണ്ടല്ലോ, ആ ബാൻഡ് നമ്മൾ ഒരു കുറച്ച് പോർഷൻ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. അത് റോങ് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യണത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു അറ്റാച്ച് ചെയ്യുന്ന വിധവും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ കൂടുതലും പാൻറ്റിൻ്റെ ഒരു ഹുക്ക് ആൻഡ് ഐ ആണ് ഞാൻ സ്കേർട്ടിന് യൂസ് ചെയ്യാറ്. കാരണം കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് പാൻറ്റിൻ്റെ ഹുക്ക് ആൻഡ് ഐ ആണ്. കാണുമ്പോൾ ഉള്ളൊരു ഫിനിഷിംഗ് ആണ്. പക്ഷേ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഓൾട്രേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഹുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിനൊക്കെയാണ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഹുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്രേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റി ഫിക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് അങ്ങനെ ഇതറിയാത്തവരാണെങ്കിൽ നിങ്ങൾ നോർമൽ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഹുക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2 ഐ വേണമെങ്കിൽ വെക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഓപ്ഷനിലാണ്. കൃത്യമായിട്ട് നമ്മൾ ടൈറ്റ് അളവിലാണ് നമ്മളുടെ വേസ്റ്റ് പിടിക്കണമെങ്കിൽ ആ ഒരു അളവിൽ തന്നെ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളുടെ സ്കേർട്ടിൻ്റെ ഒരു ടൈറ്റ് അളവുണ്ടല്ലോ അതിൽ തന്നെ പിടിക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ബാൻഡ് നല്ല വശത്ത് തെറ്റത്തോടി കൂടെ വേണം നമ്മൾ അടിച്ച് മറയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.